പവർ ലൈറ്റാണ്, LED പവർ ലൈറ്റ്. അപ്പം ഇത് പവർ ഓൺ ആവുന്നില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് അത് ശരിയാക്കാൻ നോക്കാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ LED ലെൻസ് കവർ അഴിക്കുകയാണ്. ആദ്യം നമുക്കത് റിമൂവ് ചെയ്യാം. ഇതിനൊരു 4 സ്ക്രൂകളാണ് വരുന്നത്. സെൻട്രലിലൊന്ന്, പിന്നെ വെസിനലായിട്ട് 3 സ്ക്രൂകൾ വരും. അപ്പം സ്റ്റാർ സ്ക്രൂ ആണ്. അത് നമ്മൾ അഴിക്കുമ്പോൾ ഉള്ളിൽ LED പ്ലേറ്റ് കാണും. നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പവർ ലൈറ്റിൻ്റെ LED പ്ലേറ്റ്. LED പ്ലേറ്റ് നമ്മൾ ബോഡിക്കകത്തുനിന്ന് റിമൂവ് ചെയ്യണം. പിന്നെ സാധാരണ 4 സ്ക്രൂസാണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 2 ഇട്ടിട്ടുള്ളൂ. നേരത്തെ ആരോ അഴിച്ചതാണ്. 4 സ്ക്രൂ ആണ്. അത് അഴിക്കുമ്പോൾ നമുക്ക് ഇത് ബോഡിയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിന് പിന്നെ ബാക്കിൽ കൺട്രോൾ ബോർഡ് ഇരിക്കുന്ന ആ പ്ലേറ്റും നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 4 സ്ക്രൂ ആണ് വരുന്നത്. നമ്മൾ അഴിക്കുകയാണ്. അതും സ്റ്റാർ സ്ക്രൂ ആണ്. ഇതിലിപ്പോൾ 2 ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പം 2 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വയറുകളൊക്കെ ബോഡിയിൽ നിന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് SMPCന്ന് പവറിൻ്റെ വയറോടെ പിടിപ്പിച്ചാൽ ആ ബാക്കിലത്തെ ബോർഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ കൺട്രോൾ ബോർഡിൻ്റെ ബാക്ക് സൈഡ്. ഈ കാണുന്ന 2 നമ്മുടെ പവർ ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇത് DMX ഇന്നും DMX ഔട്ടും. അത് നമ്മുടെ ബോർഡിലേക്ക് തന്നെ പ്ലഗ് ചെയ്തേക്കാണ്. ഇതാണ് നമ്മുടെ മെയിൻ കൺട്രോൾ ബോർഡ്. ആ കാണുന്നതാണ് നമ്മൾ 24 വോൾട്ട് SMPC എന്നുള്ള ഇൻപുട്ട്. ഇത് ഫാനിനുള്ള ഔട്ട്, പിന്നെ LED-ക്കുള്ള ഡ്രൈവ്. അതാണ് മൈക്ക്, സൗണ്ട് കൺട്രോൾ ചെയ്ത് കത്തുന്നതിനുള്ള മൈക്കാണ്. കണ്ടൻസർ മൈക്കാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് പാനൽ. ഒരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 3 പുഷ് ബട്ടണുകളുണ്ട്. മെനു, അപ്പ്, ഡൗൺ, എൻ്റർ. ഇത് വെച്ചാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മുകളിൽ കാണുന്ന 2 പവർ ഇന്നും ഔട്ടും, താഴെ DMX ഇന്നും ഔട്ടും. അപ്പോൾ നമുക്ക് ഈ LED ബോർഡ് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫ്രെയിം കാണും. ആ ഫ്രെയിമിനകത്താണ് നമ്മുടെ കൂളിംഗ് ഫാനും SMPS ഉറപ്പിച്ചേക്കുന്നത്. ഇതാണ് ഒരു 24 വോൾട്ടിൻ്റെ കൂളിംഗ് ഫാനാണ്. മുകളിൽ കാണുന്നതാണ് SMPS. കൂളിംഗ് ഫാനിൻ്റെ വയറും കൺട്രോൾ ബോർഡിലോട്ട് പോകുന്ന വയറുകളാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ പവർ ലൈറ്റിൻ്റെ ഉൾവശം. നമുക്കിനി പവർ ലൈറ്റിൻ്റെ LED പ്ലേറ്റ് ഫ്രെയിമിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. നാല് സ്ക്രൂ ആണ്, സ്റ്റാർ സ്ക്രൂ ആണ്. അത് റിമൂവ് ചെയ്യണം. നാല് സ്ക്രൂ റിമൂവ് ചെയ്താൽ നമുക്ക് പ്ലേറ്റ് റിമൂവ് ആയി കിട്ടും. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഫാൻ കാണാം. ഫാനിൻ്റെ അടിയിലൂടെ നമുക്ക് SMPSൻ്റെ 2 സ്ക്രൂ കാണാം. ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്താൽ നമുക്ക് പവർ സപ്ലൈ SMPS നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഫ്രെയിമിൽ നിന്ന്. അപ്പോൾ ആ 2 സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് SMPS ബോഡി നമ്മുടെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. 2 സ്ക്രൂകളാണ് വരുന്നത്. അതും സ്റ്റാറിൻ്റെ സ്ക്രൂ തന്നെയാണ്. 1, 2. അത് നമുക്ക് അഴിച്ചെടുക്കാം.
മെയിനായിട്ടും ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ SMPS ആണ് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ SMPS അഴിച്ചെടുത്തിട്ടുണ്ട്. SMPS നമുക്ക് ഒന്ന് പവർ കൊടുത്തൊന്ന് വോൾട്ട് ഔട്ട് ഉണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പവർ ലീഡ് അതിനകത്തോട്ട് കണക്ട് ചെയ്യുകയാണ്. ആ 2 വയറും നമ്മൾ SMPSൻ്റെ പ്രൈമറി സെക്ഷനിലോട്ട് കൊടുക്കുകയാണ്. 240 വോൾട്ട് AC നമ്മൾ ഇൻപുട്ട് കൊടുത്ത് നോക്കും. ഔട്ട്പുട്ടിൽ നമുക്ക് 24 വോൾട്ട് DC വരുന്നുണ്ടോ എന്ന് നമുക്ക് മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത് ഷോർട്ടൊന്നുമല്ല, ഞാൻ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു. എന്നാലും ഞാനിത് സീരിയൽ കണക്ഷൻ ഇട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു പവർ സപ്ലൈ അങ്ങനെയുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സീരിയൽ കണക്ഷൻ ഇട്ട് തന്നെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ ഇതിന് ഔട്ടൊന്നും വന്നില്ല. DC ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. അതായത് SMPS കംപ്ലൈൻ്റ് ആണ്. നമുക്ക് SMPSൻ്റെ ബോർഡ് ഹീറ്റ് സിങ്ക് കേസിൽ നിന്ന് അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അപ്പം SMPSൻ്റെ ബോർഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുത്ത് ഹീറ്റ് സിങ്കിൽ നിന്ന്. അപ്പം ഇതാണ് നമ്മുടെ SMPSൻ്റെ ബോർഡ്. ആ കാണുന്നതാണ് നമ്മുടെ പവർ ഇൻപുട്ട്. AC ഇൻപുട്ട് കൊടുക്കുന്ന എവിടെയാണ് ന്യൂട്രൽ ഫേസ് എർത്ത്. അപ്പുറത്ത് നേരെ 2 പോയിൻ്റ് കാണുന്നതാണ് ഔട്ട്പുട്ട്. 24 വോൾട്ട് DC ഔട്ട് വരുന്നതാണ്. 24 അല്ല, 23 വോൾട്ടേ ഉള്ളൂ. 23 വോൾട്ടാണ് SMPSൽ എഴുതിയിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ റെക്ടിഫയർ ഡയോഡ്. AC ഇൻപുട്ടിൻ്റെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റി AC, പിന്നെ സ്വിച്ചിങ് മോസ്ഫെറ്റ്. ഈ കാണുന്നതാണ് സ്വിച്ചിങ് മോസ്ഫെറ്റ്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് റെക്ടിഫയർ. പിന്നെ അത് ട്രാൻസ്ഫോമർ. ഇത് ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റേഴ്സാണ്. ബാക്ക് SMD കമ്പോണൻസ് ഉണ്ട്. അതാണ് നമ്മുടെ സ്വിച്ചിങ് കൺട്രോൾ IC ആണ്. ഒരു 6 പിന്നുള്ള ചെറിയ സ്മാൾ IC ആണ്. ഇനി നമുക്ക് എല്ലാ കമ്പോണൻസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടിന്യൂറ്റി മോഡിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഇൻപുട്ട് സെക്ഷൻ മുതൽ അങ്ങോട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്യൂസ് ചെക്ക് ചെയ്യാണ്. ഇൻപുട്ട് കിടക്കുന്ന ഫ്യൂസ്, പിന്നെ റെക്ടിഫയർ ഡയോഡുകൾ ഓരോന്ന് ചെക്ക് ചെയ്യാണ്. എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഫ്യൂസ് ഉണ്ട്. ബാക്കി റെക്ടിഫയർ ഡയോഡുകളെല്ലാം ഓക്കെയാണ്. പിന്നെ ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് കിടന്ന് അത് ചെക്ക് ചെയ്തു, അതും ഓക്കെയാണ്. സ്വിച്ചിങ് മോസ്ഫെറ്റ് ഷോർട്ടല്ല, ഓക്കെയാണ്. സ്വിച്ചിങ് മോസ്ഫെറ്റ് വൺ ഡയറക്ഷൻ അത് ഓക്കെയാണ്. റെക്ടിഫയർ ഔട്ട്പുട്ട് റെക്ടിഫയർ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ഡയോഡാണ് നമ്മുടെ DC ഔട്ട്പുട്ട് സ്റ്റേജിൽ SMPSൻ്റെ സെക്കൻഡറി വരുന്ന മെയിൻ റെക്ടിഫയർ ഡയോഡ് ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതായിരിക്കണം ഇതിൻ്റെ SMPSൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം നമുക്ക് ഡയോഡ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. റെക്ടിഫയർ ഡയോഡ് റിമൂവ് ചെയ്യുകയാണ്. സോൾഡറിങ്ങാണ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നത്. ഡയോഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെളിയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ടാണോ എന്ന്. അപ്പം ഞാൻ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്തേക്കാണ്. ഞാൻ ചെക്ക് ചെയ്യാണ്. അപ്പം ഡയോഡ് ഷോർട്ട് കാണിക്കുന്നു. ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം നമ്മുടെ റെക്ടിഫയർ ഡയോഡ് ഷോർട്ടാണ്. നമുക്ക് ആ ഡയോഡ് വേറെ ഒരു നല്ല ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. മോസ്റ്റ് കേസിലും നമുക്ക് ഇതേപോലുള്ള പവർ സപ്ലൈ നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ സ്വിച്ചിങ് IC ഒക്കെ ചില
കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് SMPS. കഴിയുന്ന നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. ഞാൻ പുതിയൊരു ഡയോഡ് വേറെ ബോർഡിൽ നിന്ന് അഴിച്ചതാണ്. അത് കറക്റ്റായിട്ടാണ് കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. ഒരു സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്, റിവേഴ്സിൽ കണ്ടിന്യൂറ്റി ഇല്ല. അപ്പം നല്ല ഡയോഡാണ്. നമുക്കത് നമ്മുടെ ബോർഡിലോട്ട് സോൾഡർ ചെയ്യും. ഞാനിപ്പോൾ ആദ്യം നമ്മുടെ ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ അഴിച്ച ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പം ബോർഡിലെ ഹോള് ഡീസോൾഡറിങ് ബിക്ക് വെച്ചെന്ന് ഡീസോൾഡർ ചെയ്ത് ഹോളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡയോഡ് ബോർഡിൽ ഉറപ്പിക്കും. ഹോള് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡ് ബോർഡിലേക്ക് ഉറപ്പിക്കും. ഡയോഡ് കറക്റ്റ് ഡയറക്ഷൻ നോക്കി നമ്മൾ ബോർഡിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കത് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. അതിൻ്റെ ഡയോഡിൻ്റെ 3ലേക്കും സോൾഡർ ചെയ്യണം. അത് സോൾഡർ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഫ്ലക്സിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ അത് ക്ലീൻ ചെയ്തായിരുന്നു, ഇത് കാണിക്കുന്നില്ല. നമുക്ക് പവർ ലീഡ് ഒന്നുകൂടെ കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പവർ ലീഡ് കണക്ട് ചെയ്യുകയാണ്. പവർ ലീഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലൈ കൊടുത്ത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം ഞാൻ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ DC റേഞ്ചിൽ സെറ്റ് ചെയ്യണം. ഞാൻ മൾട്ടിമീറ്റർ DC 200 വോൾട്ട് റേഞ്ചിൽ സെറ്റ് ചെയ്യാണ്. അപ്പം ഇത് നമുക്ക് 23 വോൾട്ട് ഔട്ടാണ് കിട്ടുന്നത്. നമ്മുടെ SMPSൻ്റെ ഔട്ട്പുട്ട് 23 വോൾട്ടാണ്. അപ്പം ഞാൻ നമ്മുടെ മൾട്ടിമീറ്റർ 200 വോൾട്ട് റേഞ്ചിൽ സെറ്റ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞ SMPS ഇനി ഔട്ട്പുട്ട് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് 23-നടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 23 വോൾട്ട് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ SMPS വർക്കിംഗ് ആയി. ഇനി നമുക്ക് എല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം കേസിലേക്ക് ഉറപ്പിക്കുകയാണ്. അലുമിനിയം കേസിൽ നമ്മുടെ SMPS വീണ്ടും തിരിച്ച് റീഫിക്സ് ചെയ്യാണ്. അതിൻ്റെ ഹീറ്റ് സിങ്കിലേക്ക് നമ്മുടെ മോസ്ഫെറ്റും റെക്റ്റിഫയർ ഉറപ്പിക്കുന്ന പ്ലേറ്റാണ്. അത് സ്ക്രൂ ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യണം. അത് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മോസ്ഫെറ്റിൽ മറ്റേ റെക്റ്റിഫയർ ഡയോഡിലും നമ്മൾ കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എല്ലാ പ്രാവശ്യം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീണ്ടും ഫ്രെയിമിലേക്ക് SMPS ഉറപ്പിക്കാം. SMPSൻ്റെ സ്ക്രൂസ് 2 ഉണ്ട്. നമ്മൾ നേരത്തെ അഴിച്ച അതേപോലെ തന്നെ സെയിം പ്ലേസിൽ റീഫിക്സ് ചെയ്യുകയാണ്. SMPS ഫിക്സ് ചെയ്യുക. ഇനി SMPS നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ LED പ്ലേറ്റ് 4 സ്ക്രൂ ആണ്. LED പ്ലേറ്റ് തിരിച്ച് റീഫിക്സ് ചെയ്യുക.
4 സ്ക്രൂ നമ്മൾ വീണ്ടും തിരിച്ച് റീഫിക്സ് ചെയ്യാണ്. LED പ്ലേറ്റ് ഫ്രെയിമിൽ നമ്മൾ ഉറപ്പിച്ച്, ഇനി നമുക്ക് ആ വയറുകൾ LED പ്ലേറ്റിൽ നിന്നും മറ്റേ കൂളിംഗ് ഫാനിൻ്റെ വയറും നമുക്ക് സൈഡിൽ ഫ്രെയിമിലായിട്ടൊന്ന് ടാഗ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാനിൽ വയറുകൾ കയറി കുരുങ്ങാനും കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. വയർ പൊട്ടിപ്പോവുകയോ ഫാൻ സ്ട്രക്കായി കഴിഞ്ഞാൽ നമ്മുടെ LED പ്ലേറ്റ് ഓവറായിട്ട് ഹീറ്റ് ആവുകയും LED പെട്ടെന്ന് ഡാമേജ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ടാഗ് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ കേബിൾ ടൈ വെച്ച് ആ വയർ ടാഗ് ചെയ്തിട്ടുണ്ട് ഫ്രെയിമിൽ, ഫാനിലൊന്നും തട്ടാത്ത രീതിയിൽ. ശേഷം നമുക്കിനി ഫ്രെയിമും പ്ലേറ്റും നമുക്ക് ബോഡിയിലോട്ട് ഉറപ്പിക്കാം. ബോഡിയിൽ വെച്ചിട്ട് ഇതിൻ്റെ 4 സ്ക്രൂകളാണ് വരുന്നത്. 4 സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. പിന്നെ ലെൻസ് കവർ, അതിന് നമുക്ക് 4 സ്ക്രൂ ആണ്. ആദ്യം അഴിച്ചതുപോലെ തന്നെ 4 സ്ക്രൂ തിരിച്ച് ഫിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് തിരിച്ച് വെച്ച് നമുക്ക് ബാക്കിലത്തെ കൺട്രോൾ ബോർഡ് ഫിക്സ് ചെയ്യണം. ഇത് ഫാനിൻ്റെ പിന്നെ നമ്മുടെ LED വയർ, 2 വയർ വന്നിട്ടുണ്ട്. നമുക്ക് SMPC എന്നൊരു 24 വോൾട്ട് ഔട്ട് എടുക്കുന്ന വയർ കൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഫിക്സ് ചെയ്യണം. 24 വോൾട്ട് ഔട്ട് വരുന്ന വയർ ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ശ്രദ്ധിച്ച് വേണം അത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ ബോർഡ് ഡാമേജ് ആവും. ആ വയർ ഞാൻ കണക്ട് ചെയ്തിട്ട് ആ കണക്ടറായി 3 കണക്ടറായി. ഇനി നമുക്ക് കൺട്രോൾ ബോർഡ് പിടിപ്പിക്കാം. കൺട്രോൾ ബോർഡിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാം. കൺട്രോൾ ബോർഡിൽ പവർ ഇൻപുട്ടും ഔട്ട്പുട്ടും പോകുന്ന വയറാണ്. അത് നമ്മൾ SMPSൽ ടെർമിനൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. SMPSൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ന്യൂട്രൽ ഫേസിൽ ലൈൻ അത് കൊടുക്കണം. അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. എർത്ത് പിന്നെ മാറിപ്പോവില്ല. അത് കറക്റ്റ് പ്രോപ്പർ നമ്മൾ മനസ്സിലാക്കി തന്നെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനും SMPS ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളത് കൊടുത്ത് ബാക്കി വയറുകളെല്ലാം ഞാൻ കണക്ട് ചെയ്തായിരുന്നു. 24 വോൾട്ട് മറ്റേ ഫാനിൻ്റെ സപ്ലൈ ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. അതിൻ്റെ പോയിൻറ്റുകൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് കുത്തിയതിന് ശേഷം വീഡിയോ വലുതാവുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ. അപ്പോൾ നമ്മൾ 4 സ്ക്രൂവും കൺട്രോൾ ബോർഡിൻ്റെ ഫിക്സ് ചെയ്യുകയാണ്. കൺട്രോൾ ബോർഡ് ബാക്കിലത്തെ കവർ അടച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയതിന് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു പവർ കോഡ് കുത്തുകയാണ് നമ്മുടെ AC ഇൻപുട്ടിൽ. ഇനി നമ്മൾ പവർ കണക്ട് ചെയ്യാൻ പോവാണ്. പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓണാക്കി നമ്മുടെ പവർ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പവർ ലൈറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള വീഡിയോസായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.